ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹാപ്സ്. ഇന്ന് നമ്മൾ എന്താണ് ട്രോമ ബോണ്ടിങ്, ഒരു ട്രോമ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായി. ഇത്തരം ബന്ധങ്ങളെ ഡോക്ടർ പാട്രിക് കാർണസ് വിളിച്ചിരുന്നത് ബിട്രയൽ ബോണ്ട് എന്നാണ്. ഈ ബിട്രയൽ ബോണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തോ വൈഫിൻ്റെ അടുത്തോ മാത്രമാവണം എന്നില്ല. നമ്മൾ പലതരം റിലേഷൻ, നമ്മുടെ പാരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ടാവാനുള്ള സാധ്യതകൾ. ഇതിൽ ഓരോ സ്റ്റേജ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഐ ഹാവ് ഗോൺ ത്രൂ ദിസ്, എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട്, ഇത് ഞാൻ പോയതല്ലേ എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ ഇത് നിങ്ങൾ പോയി എന്നുള്ളതിനെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നിടത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഇതിനെ ചാനലൈസ് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുക. ഇനി പറ്റുന്നില്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് സംസാരിക്കുക, നിങ്ങളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, നല്ല ഡിസിഷൻസ് എടുക്കുക, നല്ല എന്താ പറയുക ഒരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യും. പൊതുവേ നമ്മൾ ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രധാനമായിട്ടൊരു 7 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ ലവ് ബോംബിംഗ് ആണ്. അവർ നമ്മളെ പരിചയപ്പെടുന്നു, നമ്മളുമായിട്ട് അടുക്കുന്ന സമയത്ത് അമിതമായിട്ട് സ്നേഹം തരുന്നു, നമ്മളെ കെയർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ട് നമ്മുടെ സ്നേഹം പിടിച്ചു പറ്റാനും അവർ സ്നേഹിക്കുന്നതായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ നമ്മളെടുക്കുന്ന ഒരു സ്റ്റേജാണ് കെയറിങ് ആൻഡ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതിലേക്ക് വരുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആക്ഷൻസ് ചെയ്തു തരുന്നു, ഫിസിക്കൽ ടച്ച്, ഹഗ്ഗിങ്, അങ്ങനെ നമുക്ക് കിട്ടേണ്ട ആ ഒരു കെയറിങ്, ആ കെയറിങ്ങിലൂടെ തന്നെ നമ്മൾ അവരുമായിട്ടൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു വലിയ പ്രതീക്ഷയായിരിക്കും ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളത്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ കംഫർട്ടായി എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ആ തേർഡ് സ്റ്റേജിലേക്ക് വരുന്നത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ മിക്കവാറും ചെറിയ രീതിയിലുള്ള ക്രിറ്റിസിസവും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ രീതിയിലേക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്കാണ് പിന്നെ വരുന്നത്. അതേപോലെ തന്നെ ആ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ട് അവരവരെ ഓരോ ഡിമാൻഡ്സ് പറയും. നീ ഇങ്ങനെ ആയിരിക്കണം, എന്താ പറയുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നീ ബാക്കിയുള്ളവരെ വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവാണ്. പേഴ്സണൽ സ്പേസുകളും കടന്നു കയറിയിട്ടുള്ള ഡിമാൻഡ്സും നീഡ്സും അവർ പറയാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവർ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നൊരു സ്റ്റേജ് കുറച്ച് ഡേഞ്ചറസ് സ്റ്റേജ്, ഒരു ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെക്കൊണ്ട് ഡൗട്ട്ഫുൾ ആക്കി വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നീ പൊതുവേ അങ്ങനെയാണല്ലേ, നീ പൊതുവെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് നിന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഐ എം നോട്ട് ദാറ്റ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളും പെരുമാറ്റങ്ങളും അവരെ സൈഡിൽ നിന്ന് വന്നു തുടങ്ങും. 5ാമത്തെ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഡിമാൻഡ്സും കൺട്രോളിങ്ങിലും നമ്മളും കൂടെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുന്ന പോലത്തെ ഒരു പെരുമാറ്റമായിരിക്കും. കാരണം അവർ നമ്മളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാക്കി, ഒരു ഡൗട്ട് ഉണ്ടാക്കി. കാരണം ഗ്യാസ് ലൈറ്റിംഗ് കിട്ടിയതാണ് നമുക്ക്. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുന്നേ തന്ന ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു കൺട്രോളിങ്ങിനും അവരുടെ ഈ ഒരു എന്താ പറയുന്ന ബൗണ്ടറീസിലൊക്കെ നമ്മളും എന്ത് ചെയ്യും, സെറ്റിലായി പോകും. അവന് വേണ്ടി ഞാനിത് ചെയ്തു കൊടുക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുന്നത്തെ ആ ലവ് ബോംബിങ് സ്റ്റേജ് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവരുമായിട്ട് അങ്ങനെ വഴങ്ങി നമ്മൾ ആ ഒരു കംഫർട്ടിലേക്ക് നമ്മൾ മാറിപ്പോകുന്നൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ നീങ്ങുക. ഈ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞ് നമ്മൾ 6ാമത്തെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ലോസ് ഓഫ് സെൽഫ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം പോയി, നമ്മളിലുള്ള കോൺഫിഡൻസ് പോയി. കാരണം നിരന്തരം ഇങ്ങനെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം അങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. മൊത്തത്തിൽ എന്താ പറയുക, നമുക്ക് നമ്മളോടുള്ള ഒരു കൺട്രോൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ 6ാമത്തതിൽ പോകുന്നത്. പിന്നെ നമ്മൾ 7ാമത്തെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളിത് എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു അമിതമായിട്ടുള്ള ഹൈയും ലോയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ക്രിറ്റിസിസം കിട്ടി, നമ്മുടെ കുറേ ബുദ്ധിമുട്ടിച്ച് ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ സമയം, ചില ആൾക്കാർക്ക് ചെറിയൊരു ഫിസിക്കൽ കണക്ഷൻ, എന്താ പറയുക, എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു സെക്സ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നത്, എപ്പോഴെങ്കിലും
നമ്മളെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഈ എപ്പോഴെങ്കിലും വരുന്ന ഒരു കാര്യത്തിന് വരെ അവർ ഭയങ്കര കംഫർട്ട് ചെയ്ത് കാണാൻ തുടങ്ങും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ പറഞ്ഞ അബ്യൂസുകളും ക്രിട്ടിസൈസ് ചെയ്തതും അവർ അനുഭവിച്ച ട്രോമയൊക്കെ അവർക്ക് എന്ത് ചെയ്യും, ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും കിട്ടുന്ന ആ കുറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഹൈ ആയിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിസ്മാച്ച് ലൈഫിൽ ഇങ്ങനെ വന്നു പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര അധികം സ്ട്രെസ്ഫുൾ ആവാനും നമ്മുടെ ബോഡിയിലുള്ള കോർട്ടിസോൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോൾ ഈ പാർട്ട്ണർ ലൈഫിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോൾ. ഇതിലിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരുടെ അടുത്തും ലൈഫിലെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. കുറേ ആൾക്കാർ നമ്മളെ ഉപദേശിക്കുന്നുണ്ടാവും, നിങ്ങൾ ഈ ലൈഫിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ ഈ വിഷമം പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ദേ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് നിങ്ങൾക്കിത് നല്ലതല്ല. എത്ര നല്ലതല്ല എന്ന് പറയുകയാണെങ്കിലും ചിലപ്പോൾ ഈ ട്രോമ ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ആൾ പിന്നെയും പറയും, എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തിരിച്ചു പോരണ്ട, ഐ ലവ് ഹിം സോ മച്ച് ദാറ്റ് ഇന്ന കാരണങ്ങൾ, എന്തെങ്കിലും സില്ലി കാര്യങ്ങളായിരിക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാലോ ഇവർ ഗോ ത്രൂ ചെയ്യുന്ന അബ്യൂസുകൾ ഇവരെ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും അബ്യൂസ് അവർ നേരിടുന്നെങ്കിലും കൂടെ അവർ ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരിക്കും. ശരിക്കും എനിക്ക് അയാളോടൊരു ഭയങ്കര സ്നേഹമാണ്. കാരണം ആ ആദ്യം കിട്ടിയ സ്നേഹത്തിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റക്കായിട്ടുള്ളത്. പിന്നെ വരുന്ന അബ്യൂസിനെ കുറിച്ചിട്ട് അവർക്ക് റിയലൈസേഷൻ ഉണ്ടെങ്കിൽ അവർക്കിതിൽ നിൽക്കണോ പോവണോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതെയാണ് നമ്മൾ ഒട്ടുമിക്ക കേസുകളും കാണാറുള്ളത്. ഈ ഒരു കാര്യം ഞാൻ മിക്കപ്പോഴും ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ട് ഇതേ അനുഭവത്തിലൂടെ എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതേ അനുഭവത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ ഡിസിഷൻ മേക്ക് ചെയ്യാനോ ഈ പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതോ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് സ്കില്ല് വേണം എന്നുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആഫ്റ്റർ ഓൾ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ആ കിട്ടിയ സ്നേഹത്തിനോട് നമുക്കൊരു അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസൾട്ട് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എൻ്റെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമാണെന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാനും കൂടെയുള്ള വീഡിയോ ആണ്. സോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് വായിക്കുക, പഠിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രം നിങ്ങളെ ലൈഫിനെ എന്താ പറയുന്നത് മോശമാണെന്നുള്ളത് കൺക്ലൂഷൻ വരുത്താൻ പാടില്ല. ഡെഫിനറ്റ്ലി ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, ഗെറ്റ് ഗുഡ് ലൈഫ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.